ഇത്ര ജാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ. ഇന്നിപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ. ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസയെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലതും കാണിക്കാൻ പറ്റുമോ? എന്താ ഉച്ചയ്ക്ക് ഞാൻ ജാട കാണിച്ചേ? ഓൾറെഡി കിട്ടാനുള്ള എൻ്റെ വെട്ടി വീണു. ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ. ഞാൻ പറയുന്നതേ നടക്കൂ. എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ? കാശ് കൊടുത്തു പോയി. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന. നാണമില്ലയോടെ നിനക്കൊക്കെ? ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്യിച്ചില്ല. അതിന് ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാം. ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. എടോ തന്നെ വിളിച്ചോ ഞാൻ? ശരി ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ച് സംസാരിക്കാനാണ്. അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണ്, കിങ് മേക്കറാണ്, മറ്റേതാണ് മറിച്ചതാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഈ ഒരു ഇൻട്രോ തന്നപ്പോൾ തന്നെ ആളെ മനസ്സിലായി കാണും. അതെ, അയാളുടെ പേരാണ് അനിൽ ബാലചന്ദ്രൻ. എൻ്റെ പൊന്നട ഇങ്ങനെയുണ്ടാ ജന്മങ്ങൾ. ഇവനെയൊക്കെ വലിച്ചേറി ഒട്ടിക്കേണ്ട സമയം കഴിഞ്ഞ്. അവനൊക്കെ വാങ്ങിക്കുന്ന 1.5 മണിക്കൂർ സംസാരിക്കാൻ അവൻ ഈടാക്കുന്ന തുകയെന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ആ പാവം ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ കൊണ്ടുവന്നിട്ട് 2 മണിക്കൂർ പ്രസംഗിപ്പിച്ചിട്ട് 2400 രൂപ കൊടുത്തു വിട്ട നാടാണ് നമ്മുടേത് നിന്ന് ഓർക്കണം. ഇവനെയൊക്കെ വെച്ച് നോക്കെങ്കിൽ അദ്ദേഹം വേറെ ലെവലല്ലേ സുഹൃത്തുക്കളെ? ആലോചിച്ച് നോക്കുക. ഇതേപോലുള്ള എൻ്റെ നാക്കിൻ്റെ തുമ്പത്ത് നല്ല വാക്കുകളാണ് വന്നിരിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അവനും തമ്മിലുള്ള ഒരു വ്യത്യാസമില്ലാതെ പോകും. നമ്മളെന്തിനാ അവൻ്റെയൊക്കെ രീതിയിലേക്ക് താഴുന്നത്? എനിക്കതിനോട് യോജിപ്പുമില്ല. അവൻ്റെ തന്തയല്ലല്ലോ എൻ്റെ തന്ത. അപ്പം ആശാൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് കോഴിക്കോട്ടുകാരാരാന്ന് ആശാന് മനസ്സിലായി. അവസാനം ഇതാണ് നടന്നത്. ഇതാണ്ട് ഒരു ക്ലിപ്പിലേക്ക് നമുക്ക് കിടക്കാം, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഓക്കെ. വണ്ടി അടിച്ചു പൊളിക്കൂ. വണ്ടിയല്ല കോഴിക്കോട് ജില്ലയിൽ ഇത് ഞാനാ പറയുന്നത് പോരാ. ഇവന് പോരാ, അതിന് പോരാ. ഞാനാ പറയുന്നത്. ഞാനില്ല വേണ്ട പിടിച്ചോ. എത്ര തരാൻ പറ്റും? അല്ല അനിൽ പറയും
എന്താ ഇവര് ഇറങ്ങിക്കോ നോക്കിട്ടൊന്നും കാര്യമില്ല ഇറങ്ങിക്കോ സുയിത്തേട്ടന്റെ കാറാ മാറിക്ക് ആ കാറ് ഇതാക്കി സുയിത്തേട്ടന്റെ കാറ് ഓട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ ക്ലിപ്പ് കണ്ട് കാണുമല്ലോ. അവൻ്റെ വണ്ടി, അവനെ മാപ്പ് പറയാതെ അവൻ്റെ വണ്ടി ചലിപ്പിക്കത്തില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആലോചിച്ച് നോക്കുക, നമ്മൾ ആളും തരവും അറിഞ്ഞ് വേണം കളിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു ഇവൻറ്റിനകത്ത് പോയി ഇന്ന് അവിടെ വന്നിരിക്കുന്നവരായ ബിസിനസ്സുകാരെ, അവർ കച്ചറകളല്ല, അവർ എഡ്യൂക്കേറ്റഡാണ്, അവരും മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് സംസാരിക്കായിരുന്നു. ഇത് വായി തോന്നിവാസങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് അവരെന്തോ അവൻ്റെ പാവയാ ഇതൊക്കെ കേൾക്കാൻ. ഇപ്പം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവനെ പോലുള്ള നല്ല ഡാഷ് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് കുറവാണ്. അത് നമ്മുടെ ഒരു ഗതികേടാണ്. ഇവനൊക്കെ ഉള്ളവന്മാരുടെ സ്പീച്ച് കേൾക്കുക. ഡോക്ടറെന്ന് എന്തിൻ്റെ ഡോക്ടറേറ്റാണോ എന്തോ, എത്ര രൂപ ഇറക്കിയോ എന്തോ. അപ്പം കണ്ടറിയണം. ഇവനിനിയും വീട്ടിലിരുന്ന് ഇതല്ല, എൻ്റെ നടുവിരലാണ് എനിക്ക് വരുന്നത്. പക്ഷെ അത് കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരെയും നമുക്ക് സഹിക്കേണ്ടി വരുമല്ലോ. അണ്ണ ഇനി എന്തൊക്കെയായാലും വീട്ടിൽ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽഡ് വീഡിയോ, ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ സമൻ ഫ്രം നാട്.